ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചുകൊണ്ടാണോ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കേണ്ടത് എന്നതായിരുന്നു ഇന്നത്തെ നമ്മുടെ ചോദ്യം. നമുക്ക് തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ കാണാം. ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുന്ന ആളുകൾക്ക് ചിരിയാണ് വരിക. മന്ത്രിതലത്തിൽ അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ആവശ്യമില്ലാത്ത ദൂർത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. നികുതി വരുമാനം വളരെ കൂടുതൽ സാധാരണ ജനങ്ങളിൽ നിന്ന് പോലും പിരിഞ്ഞ് വാങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശമായ സ്കോളർഷിപ്പുകൾ നിർത്തലാക്കിയത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് സർക്കാർ പറയുമ്പോൾ അത് ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന അവഗണന മാത്രമല്ല, വെറുതെ ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ബിൽഡിംഗ് പെർമിറ്റ് ആണെങ്കിലും വെള്ളക്കരമാണെങ്കിലും അതുപോലെ തന്നെ വൈദ്യുതി ചാർജ് ആണെങ്കിലും എല്ലാ മേഖലയിലും പെട്രോളിന് മറ്റു സംസ്ഥാനങ്ങളിലേക്കാൾ 2 രൂപ അധികം കൊടുത്താണ് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. എല്ലാ മേഖലയിലും നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് പോലുള്ള പല ഗ്രാൻറ്റുകളും വെട്ടിക്കുറക്കുകയും ഒക്കെ ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളോട് മാത്രമല്ല, എല്ലാ മേഖലയിലും സർക്കാർ ജനങ്ങളോടൊപ്പമാണെന്നുള്ള തോന്നൽ ഇല്ലാതാക്കാനും കൂടി ഉപകരിക്കുമെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും സർക്കാരിന് വേറെ പല താല്പര്യങ്ങളിലുമാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് കൂടുതൽ വെളിപ്പെടുത്തുന്നത് കൂടിയാണ് ഇത്തരം നയങ്ങൾ. ന്യൂനപക്ഷത്തെ സംരക്ഷിക്കേണ്ടതില്ല എന്ന പ്രതികാര നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിധ്വനിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി നിലവിലുണ്ടായിരുന്ന സ്കോളർഷിപ്പുകളിൽ 50% സ്കോളർഷിപ്പുകൾ ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചു. എന്നാൽ മറ്റ് സ്കോളർഷിപ്പുകളെല്ലാം തന്നെ മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു ഘടകം തന്നെയാണ്. അനാവശ്യ ചിലവുകളും ദൂർത്തും ഒഴിവാക്കാതെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി അനുവദിച്ചിട്ടുള്ള സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചുകൊണ്ടാണ് ചെലവ് ചുരുക്കലിന്റെ പുതിയ മാർഗം സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. നാമമാത്രമായിട്ടുള്ള ഒരു തുക മാത്രമാണ് ന്യൂനപക്ഷ വിഭാഗത്തിനായി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പോലും 50% വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് ന്യൂനപക്ഷ വിരുദ്ധ ഒരു സമീപനം തന്നെയാണ്. വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ന്യൂനപക്ഷ സംരക്ഷണ നിയമം പ്രവൃത്തികളിൽ കൂടി കൊണ്ടുവരിക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. വെട്ടിക്കുറച്ച സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കണം. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചു കൊണ്ടിരുന്ന സ്കോളർഷിപ്പ് തുക വെട്ടിക്കുറച്ച സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നടപടി സാമ്പത്തിക പ്രതിസന്ധി കാരണമാണെങ്കിൽ തന്നെ പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്പമെങ്കിലും പ്രതീക്ഷയോടെ ജനങ്ങൾ കാത്തിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിനെയാണ്. ഈ ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതേ നടപടി തന്നെയാണ്, അതേ നയം തന്നെ ആണെങ്കിൽ പിന്നെ ഈ 2 ഗവൺമെൻറ്റുകളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ സാമൂഹ്യക്ഷേമ പെൻഷനും മറ്റും കഴിയുന്ന വിധം നൽകുന്നത് പോലെ ഈ സ്കോളർഷിപ്പ് തുക വെട്ടിക്കുറച്ച നടപടിയും വൈകാതെ പിൻവലിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കിട്ടുന്ന ഒരു ചെറിയ തുകയായി വർഷത്തിൽ കിട്ടുന്ന 10-500 രൂപ, അത് വീണ്ടും സർക്കാർ അത് നിർത്തുമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർക്കാർ കാശുണ്ടാക്കുന്ന മദ്യം വിറ്റൊക്കെയാണ്. അപ്പോൾ ആ മദ്യം വിറ്റ് കിട്ടണതെന്ന് വെച്ചാൽ അത് ഈ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും മദ്യം വാങ്ങിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ കുട്ടികൾക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടുന്നതാണത്. അത് ഒരു 2 ബുക്ക് വാങ്ങിക്കുമ്പോഴത്തേനും തീർന്നു പോകാനുള്ളതേ ഉള്ളൂ. പക്ഷേ അതും കൂടെ കൈയിട്ട് വാരിച്ച് വേണോ ഈ സർക്കാരിന് കാശുണ്ടാക്കാൻ? കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സാധാരണ ന്യൂനപക്ഷങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു പ്രതിസന്ധിയല്ല. കാരണം നമ്മളിപ്പോൾ എടുത്ത തീരുമാനപ്രകാരം ന്യൂനപക്ഷങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രതിസന്ധി കാരണം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 50% വെട്ടിക്കുറച്ചതുകൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാനാകുമോ എന്നുള്ള ഒരു ചോദ്യം എല്ലാ വ്യക്തികൾക്കും ഭരണഘടനാ പ്രകാരം ചോദിക്കാവുന്ന ചോദ്യമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് സാമ്പത്തിക ധൂർത്തിനും
ഈ 2 വർഷം പൂർത്തിയായ പേഴ്സണൽ അസിസ്റ്റൻറ്റുകളെ അവർക്ക് പെൻഷൻ കൊടുക്കാനും പുതിയ ആളുകളെ നിയമിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ശമ്പള വർധനവും ക്രമാതീതമായി ചിന്തിക്കാതെ, അതേപോലെ വിദേശത്തേക്ക് ജോലിക്ക് പോയി 5 വർഷത്തേക്ക് ലീവ് എടുത്ത് പോകുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കാനോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാനോ ശ്രമിക്കാതെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ അനുവദിച്ചിട്ടുള്ള സ്കോളർഷിപ്പിനെ 50% വെട്ടിച്ചുരുക്കിയതിൽ നിന്ന് എന്ത് മെച്ചമാണ് സർക്കാരിന് അല്ലെങ്കിൽ ഭരണപക്ഷങ്ങൾക്ക് ഉണ്ടാവുക എന്ന് രാഷ്ട്രീയം മറന്ന് ചിന്തിക്കേണ്ട ഒന്നാണ്. കാരണം കേരളം എന്നല്ല, ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കേരളത്തിലെ അവസ്ഥയിൽ ഉപഭോഗ സംസ്കാരം മാത്രമായ കേരളം എന്തുകൊണ്ട് ഉൽപ്പാദന മേഖലയിലേക്കോ അല്ലെങ്കിൽ ചിന്തിക്കാതെ എന്നും സാധാരണക്കാരെ നികുതി പിഴിഞ്ഞും കറണ്ട് ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴും കറണ്ടിൻ്റെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന ദൂർത്തുകൾ കുറച്ചാൽ തന്നെ ഒരു പരിധിവരെ സാമ്പത്തിക പ്രതിസന്ധിയെ കേരളത്തിൽ മറികടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലും ഇങ്ങനെയുള്ള ഒരു തീരുമാനം മാറ്റി ചിന്തിക്കേണ്ടതും അത് ഗുണനിലവാരം അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എന്നുള്ളത് ഒരു അവകാശമാണ്, അതിനെ വെട്ടിച്ചുരുക്കലല്ല സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പ്രതിവിധി എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പകുതിയായി വെട്ടിക്കുറച്ചത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. കാലം ഇതുവരെ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് വെറും ഈ ഇനത്തിൽ 2.69% മാത്രമേ ചെലവഴിച്ചതെന്നതും വളരെ ദയനീയമാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായി പറയുന്നു.